PM ശ്രീ പദ്ധതിയിൽ നിന്നും കേരളത്തിന് പിന്മാറാൻ കഴിയില്ലെന്ന സർക്കാരിന്റെ പ്രചാരണം വ്യാജമാണെന്ന് തെളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അബ്ദുൽ വഹാബ് പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് കേന്ദ്രമന്ത്രി നൽകിയ ഉത്തരം അതിന് തെളിവാണ്. പാഠ്യപദ്ധതിയിൽ സംഘപരിവാർ അജണ്ടകൾ കുത്തിനിറയ്ക്കുന്ന PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ എന്തിനാണ് കോൺഗ്രസ് വ്യഗ്രത കാണിക്കുന്നതെന്നും പിണറായി വിജയൻ. ഷീജ കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഷീജ, നോക്കൂ, പുനർജനി വിഷയത്തിലും അതുപോലെ തന്നെ PM ശ്രീ വിഷയത്തിലും വ്യക്തവും ശക്തവുമായ ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. പുനർജനി കേസ് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒഴിവാക്കുവാൻ സാധിക്കുക? പരാതിക്കാരന് ഒരു നോട്ടീസ് പോലും നൽകാതെ എങ്ങനെ അത് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒപ്പം തന്നെ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കേണ്ടതിന്റെ വ്യഗ്രത അതെന്തിനാണ്? എന്തുകൊണ്ടാണ് ഇത്രയധികം UDF സർക്കാർ അതിനുവേണ്ടി നിർബന്ധം പിടിക്കുന്നത്? തുടങ്ങിയ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും സിന്ധൂരി, ഏതായാലും ഈ രണ്ട് വിഷയങ്ങൾ വാർത്താ സമ്മേളനം ഊന്നിയത് എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഈ പുനർജനി കേസ് തന്നെയാണ്. പുനർജനി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അത് പതിവില്ലാത്ത രീതിയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് സംബന്ധിച്ചൊരു വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപനം നടത്തുന്നു. അതിൽ തന്നെ എന്തോ ദുരൂഹതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന് പരാതിക്കാരനുണ്ട്. ആ പരാതിക്കാരൻ ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല. അതിനോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് അവസാനിപ്പിക്കുന്ന നടപടി അത് കോടതിയാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ നിലനിൽക്കെ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുന്നത് അത് ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരരുത്, അല്ലെങ്കിൽ കൂടുതൽ തുടരന്വേഷണം ഇതിൽ നടക്കരുത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF സർക്കാരിന്റെ സമയത്ത് വിജിലൻസിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ആ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകരുത് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു നീക്കം, അത് അങ്ങനെ വേണം ഇതിനെ വിലയിരുത്താൻ എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും ഈ തീരുമാനം പിൻവലിക്കണം എന്നുള്ളത് ഒരു ആവശ്യം തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത്. മറ്റൊരു വിഷയം PM ശ്രീ ആണ്. PM ശ്രീയിൽ ഏതായാലും UDFന്റെ നിലപാടായിരുന്നു ഇതുവരെയായി വ്യക്തമാക്കാതെ ഇരുന്നത്. അപ്പോൾ UDF യോഗം കഴിഞ്ഞ ദിവസം ചേർന്നുകൊണ്ട് ആ UDF യോഗത്തിലെ തീരുമാനം ഉണ്ടായിരിക്കുന്നു PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ. അപ്പോൾ PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ ഉള്ളൊരു തീരുമാനം വരുമ്പോൾ LDF സർക്കാരിന്റെ പുറത്തേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു തിരക്കിട്ട നീക്കമായിരുന്നു UDF സ്വീകരിച്ചിരുന്നത്. പക്ഷേ UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സ്വീകരിച്ചിരുന്ന നിലപാട് ഈ PM ശ്രീ പദ്ധതിയെ ശക്തമായി എതിർക്കുന്ന ഒരു നിലപാടായിരുന്നു. പക്ഷേ എന്ന് ഭരണം മാറിയോ UDF ഭരണത്തിൽ എത്തിയോ അന്നു മുതൽ ഈ നിലപാടിൽ മാറ്റം വന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി, കേരളം ഒരു തരത്തിലും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല. MOU ഒപ്പിട്ടു എന്നതിനപ്പുറത്തേക്ക് സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുള്ള തുടർ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ MOU ഒപ്പിട്ട് എന്നതുകൊണ്ട് പിന്മാറാതിരിക്കേണ്ട ഒരു സാഹചര്യമില്ല, പിന്മാറാൻ സാധിക്കും എന്നുള്ള കാര്യം അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം അത് RSSന് പൂർണ്ണമായും കീഴ്പ്പെട്ടു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. RSSന് പാത സേവിക്കുന്നവരായി മുസ്ലിം ലീഗ് അടക്കം മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗ് നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാടും ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുമെല്ലാം ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത്. കാരണം PM ശ്രീ സംസ്ഥാനത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടി വരും. ആ സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ആ രീതിയിലുള്ള പാഠപുസ്തകങ്ങളായിരിക്കും പഠിപ്പിക്കേണ്ടി വരിക. അപ്പോൾ പൂർണ്ണമായും RSSന്റെ അജണ്ട താല്പര്യം അവ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ UDF നടത്തുന്നത്. അതിൽ നിന്നും പിന്മാറണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. സിന്ധൂരി.